ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി വീഡിയോയിലോട്ട് കടക്കാം. പൊറോട്ട തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് മാവിലും ഉണ്ടാക്കാം, ആട്ടമാവിലും ഉണ്ടാക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലോ ബട്ടറോ ചേർക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. മുട്ടയുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഞാൻ മുട്ടയില്ലാത്തതുകൊണ്ട് മുട്ട ചേർത്തില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുട്ട കൂടി ചേർത്തുണ്ടാക്കണം. മുട്ട കൂടെ ചേർത്താൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് പുളിയില്ലാത്ത തൈര് ചേർക്കണം. എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കുഴയ്ക്കാം. 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കുഴയ്ക്കാം. ഇനി ബാക്കി വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇതേപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കുഴയ്ക്കണം. എന്നാലേ മാവ് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. 8-10 മിനിറ്റ് ഇതേപോലെ കുഴയ്ക്കണം. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ആവും. ഇതേപോലെ ഇരിക്കണം മാവ്. ഇനി ഇതിൽ നിന്നും ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി മാവ് എടുത്ത് ബോൾസ് ആക്കി എടുക്കണം. ഇതേപോലെ കയ്യിൽ വെച്ച് നല്ലതുപോലെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ മാവ് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വരും. ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇനി എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുക്കുക. 2 കപ്പ് മാവിൽ നിന്നും 7 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉരുട്ടിയെടുക്കണം. ഇനി ഇതിനെ പരത്തിയെടുക്കാം. 2 സൈഡിലും ഗോതമ്പ് മാവ് തേച്ചതിന് ശേഷം പരത്തിയെടുക്കാം. അധികം കനം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആ കണക്കിന് പരത്തിയെടുക്കാം. ഇത് രണ്ടും ഞാൻ ചപ്പാത്തി പരത്തുന്നതിന് വേണ്ടി പുതിയതായിട്ട് വാങ്ങിയതാണ്. ഇത് നല്ലതുപോലെ പരത്താൻ പറ്റും. നീങ്ങിപ്പോവുകയൊന്നുമില്ല. ഇതിൻ്റെ അടിഭാഗത്ത് റബ്ബർ വച്ചിട്ടുണ്ട്. അതുകൊണ്ടത് പതിഞ്ഞിരിക്കും. ഇന്ന് വെയിറ്റും കുറവുണ്ട്. മാർബിളിന് വെയിറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ആമസോണിൽ നിന്നുമാണ് വാങ്ങിയത്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നിറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നിറച്ച് മാവിട്ട് കൊടുക്കണം. ഇനി ഇതിനെ ചെറിയ ചെറിയ ഫ്ലീറ്റ് എടുക്കുന്നത് പോലെ മടക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി ഇതിനെ നല്ലതുപോലെ നീട്ടിയെടുക്കണം. അതിനിതേപോലെ തട്ടിക്കൊടുക്കണം. കൈകൊണ്ട് വലിച്ച് നീട്ടിയാലും നീളും. ഇതേപോലെ തട്ടിയാലും നീണ്ടു വരും. എത്രത്തോളം നീട്ടാൻ പറ്റുമോ അത്രത്തോളം നീട്ടണം. അപ്പോൾ പൊറോട്ടയ്ക്ക് നല്ല ലെയർ കിട്ടുകയുള്ളൂ. ഇനി ഇതിനെ റോളാക്കിയെടുക്കണം. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ അടിയിലോട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ പുറത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇപ്പോൾ എല്ലാം ഇതേപോലെ ചുറ്റിയെടുത്തു. ഇപ്പോൾ ഇതുണ്ടാക്കാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റായി. ഇനി 15 മിനിറ്റ് കൂടെ വച്ചിട്ട് ആദ്യം ചുറ്റിയത് ആദ്യം എടുത്ത് മാവിൽ മുക്കി പരത്തിയെടുക്കുക. 2 സൈഡിലും മാവ് മുക്കിയെടുക്കണം. എന്നിട്ട് അധികം കനം കുറയാതെയും അധികം കനം കൂടാതെയും പരത്തിയെടുക്കണം. ഈ ഒരു സൈഡിൽ തന്നെ പരത്തണം. ഇനി മറിച്ചിട്ട് പരത്തിയാൽ ഇതേപോലെ നല്ല ലെയർ കിട്ടില്ല. 2 സൈഡിലും കുറച്ച് മാവ് തേച്ച് വേറൊരു പ്ലേറ്റിലോട്ട് വയ്ക്കണം. മാവ് നല്ലതുപോലെ കുഴഞ്ഞില്ലെങ്കിൽ ഇതേപോലെ റൗണ്ടായിട്ട് വരില്ല. ഇനി ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കോ ചപ്പാത്തി കല്ലോ വെച്ചതിന് ശേഷം ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം പൊറോട്ട ഇട്ട് കൊടുക്കാം. പൊറോട്ട ഒന്ന് ചൂടാകുമ്പോൾ
പിന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതേപോലെ എടുക്കുമ്പോൾ ഇതേപോലെ തളർന്ന് കിടക്കണം. അതാണ് ഇതിൻ്റെ പാകം. പടി പോലെ ഇരുന്നാൽ പൊറോട്ട ശരിയാവില്ല. കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കണം. ഇനി തിരിച്ചും മറിച്ചുമിട്ട് കരിഞ്ഞു പോകാതെ ചുട്ടെടുക്കണം. ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ കറിയോ ചിക്കൻ കറിയോ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ പൊറോട്ട റെഡിയായി. ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാം ചുട്ടെടുത്തു. 2 പ്രാവശ്യമായിട്ട് വെച്ച് ഇതേപോലെ അടിച്ചെടുക്കണം. കൂടുതൽ അടിച്ചാൽ ഇത് പൊടിഞ്ഞു പോകും. ഇതിലിപ്പോൾ ലെയറൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെ അടിച്ചെടുക്കാം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. വയസ്സായവർക്കും ഇത് നല്ലതുപോലെ കഴിക്കാൻ പറ്റും. ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിതുവരെ എത്താൻ സാധിച്ചത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അടുത്തൊരു പുതിയ റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.